friends. Welcome to Services Marketing. Today we are starting our discussion on Module 2 in your syllabus. This module focuses more on the marketing aspects of services. The first topic we have to discuss in this module is service market segmentation. Service companies needs to position themselves in order to maximize competitive advantage and serve the target market effectively. There are basically three different approaches to select a target market. That is undifferentiated marketing, differentiated marketing, and customization. Differentiated marketing is to serve the needs of some specified homogeneous groups with specialized offers. ഏതൊരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ സർവീസിൻ്റെ കാര്യത്തിലും വളരെ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എൻവയോൺമെൻറ്റിൽ കമ്പനികൾക്ക് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ ഇഫക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ കമ്പനികൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന കസ്റ്റമേഴ്സിന് ടാർഗറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുകയുമാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ മാർക്കറ്റിംഗ് ഇഫക്റ്റീവ് ആവുകയുള്ളൂ. ഇങ്ങനെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധാരണയായിട്ട് 3 തരം സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, അതായത് എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരെയും കൂടി ലേക്ക് എത്തുന്ന രീതിയിലൊരു കോമൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതിനാണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാസ് മാർക്കറ്റിംഗ് ആണ് അതിനൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി മാറ്റിക്കൊണ്ട്, മാർക്കറ്റിനെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി മാറ്റിക്കൊണ്ട് അതിൽ ഓരോ ഗ്രൂപ്പിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കുക, അതിലൂടെ ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് നടത്തുക. ദാറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കസ്റ്റമൈസേഷനാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് അവരുടെ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, അല്ലാതെ ഗ്രൂപ്പിനെ അല്ല. ആദ്യം പറഞ്ഞ 2 കേസിലാണെങ്കിലും ഗ്രൂപ്പാണ്. ഒന്ന് ഒറ്റ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിങ്ങിൽ. ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിങ്ങിലാണെങ്കിൽ ഹോൾ മാർക്കറ്റിനെ പല ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ഗ്രൂപ്പിൻ്റെയും സവിശേഷത അനുസരിച്ചുള്ള മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കുന്നു. നേരെ മറിച്ച് കസ്റ്റമൈസേഷനിലാണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനും വേണ്ടിയിട്ടുള്ള രീതിയിൽ ഓരോ ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻസാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക. ഇതിൽ ഈ രണ്ടാമത് പറഞ്ഞ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, അതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻ ദ ചേഞ്ചിങ് ബിസിനസ് എൻവയോൺമെൻറ്റ് വെയർ സ്പെഷ്യലൈസേഷൻ ഈസ് വൈറ്റൽ ടു അട്രാക്ട് customer attention, generalized market offering may not be capable of yielding the desired results. Market segmentation is thus a vital strategic tool for business. അപ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എൻവയോൺമെൻറ്റിൽ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ വളരെ ഷാർപ്പാക്കണമെന്ന് പറയുന്നെങ്കിൽ ഒരു മാസ് മാർക്കറ്റിംഗ് നടത്തിയതുകൊണ്ട് ഒട്ടും കാര്യമില്ല. അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനെയും കണ്ടെത്തിയിട്ട് ആ ഗ്രൂപ്പിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള പ്രോഡക്റ്റും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസുമാണ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ആ തരം മാർക്കറ്റിങ്ങിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിംഗ് പ്രോസസ്സിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി ഫോർ എനി ബിസിനസ്. സോ വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? Market segmentation is a process of dividing the market of potential customers into smaller and more defined segments on the basis of certain shared characteristics like demographics, interest, needs, or location. It should be ensured
while segmentation that each segment is homogeneous in all significant characteristics. So market segmentation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിംഗ് ദി മാർക്കറ്റ് ബേസ്ഡ് ഓൺ സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അങ്ങനെ നമ്മൾ സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻകം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് എടുത്തുകൊണ്ട് മാർക്കറ്റിനെ നമുക്ക് പല രീതിയിൽ സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഹൈ ഇൻകം ഗ്രൂപ്പ്, ലോവർ ഇൻകം ഗ്രൂപ്പ്, മിഡിൽ ഇൻകം ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ മിഡിൽ ഇൻകം ഗ്രൂപ്പ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയാം. ആ മിഡിൽ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഏകദേശം ഒരേ ഇൻകം ബാൻഡിൽ വരുന്ന ആൾക്കാരായിരിക്കും. അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഇൻകം ലെവലുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പിൽ വരാൻ പാടില്ല. അതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. സെഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ഐഡൻറ്റിഫൈയിങ് ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് ബിഹേവിയർ ഓഫ് സെഗ്മെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ ഓരോ ഇൻഡിവിജ്വലും റിയാക്ട് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ആ ഇൻഡിവിജ്വലിനെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിലേക്ക് ഉൾപ്പെടുത്തുക. എ മാർക്കറ്റ് സെഗ്മെൻറ്റ് ഷുഡ് ബേസിക്കലി സാറ്റിസ്ഫൈ 4 ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. ഇങ്ങനെ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കി ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്റ്റിങ്റ്റീവ്നെസ്. ദാറ്റ് ഈസ് ഈച്ച് സെഗ്മെൻറ്റ് ഷുഡ് ഹാവ് ഡിഫറെൻറ്റ് നീഡ്സ്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം ഓരോ ഗ്രൂപ്പിനും. ഹോമോജിനിറ്റി, സിമിലർ നീഡ്സ് വിത്തിൻ ദ സെഗ്മെൻറ്റ്. അതേസമയം ഒരു സെഗ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എല്ലാം തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ആയിരിക്കണം, യൂണിഫോം ആയിരിക്കണം. അതിനാണ് ഹോമോജെനിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സിമിലാരിറ്റി ഇൻ റെസ്പോൺസ്. അതേപോലെ തന്നെ ഒരു മാർക്കറ്റ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ നിന്ന് കമ്പനിക്ക് ലഭിക്കുന്ന റെസ്പോൺസും ഏകദേശം ഒരുപോലെ ആയിരിക്കണം. പോസിബിലിറ്റി ടു റീച്ച് ബൈ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. അതായത് അങ്ങനെ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ആ സെഗ്മെൻറ്റ് അക്സസിബിൾ ആയിരിക്കണം. ഒരു കമ്പനിക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും പ്രോഡക്റ്റും ഉള്ള സെഗ്മെൻറ്റിനെ വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ സെഗ്മെൻറ്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഡിസ്റ്റിങ്റ്റീവ്നെസ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകത ഉണ്ടായിരിക്കണം. അതേസമയം തന്നെ ഹോമോജിനിറ്റി ഉണ്ടായിരിക്കണം. ഒരു ഗ്രൂപ്പിനുള്ളിൽ യൂണിഫോം ഇൻട്രസ്റ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കണം. സിമിലാരിറ്റി ഇൻ റെസ്പോൺസ് ആയിരിക്കണം. കസ്റ്റമർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കണം. ആൻഡ് പോസിബിലിറ്റി ടു റീച്ച് മാർക്കറ്റ് ബൈ ഇൻ്റർവെൻഷൻ. ദാറ്റ് മീൻസ് ദ മാർക്കറ്റ് സെഗ്മെൻറ്റ് ഷുഡ് ബി അക്സസിബിൾ ടു ദ കമ്പനി. കമ്പനിക്ക് പ്രോഡക്റ്റും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുമായിട്ട് ആ പർട്ടിക്കുലർ ഗ്രൂപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു സെഗ്മെൻ്റ് ആയിരിക്കുകയും വേണം. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ മേക്സ് ഇറ്റ് ഈസിയർ ഫോർ മാർക്കറ്റേഴ്സ് ടു പേഴ്സണലൈസ് ദെയർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. വെറുതെ നമ്മളൊരു ബ്ലൈൻഡായിട്ടൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു മാസമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്രോഗ്രാം അല്ല നടത്തുന്നത്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ ഓരോ സെഗ്മെൻറ്റിനും സ്യൂട്ടബിൾ ആകുന്ന തരത്തിലുള്ള മാർക്കറ്റിംഗ് പ്ലാൻ ഡിസൈൻ ചെയ്തുകൊണ്ട് ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് സർവീസ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. രണ്ടാമത്തത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് സിമിലർ കൺസ്യൂമേഴ്സ് ടുഗദർ അലോസ് മാർക്കറ്റേഴ്സ് ടു ടാർഗറ്റ് സ്പെസിഫിക് ഓഡിയൻസ് ഇൻ എ കോസ്റ്റ് ഇഫക്റ്റീവ് മാനർ. ഇവിടെയും ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ടാർഗറ്റ് ഗ്രൂപ്പിൽ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ലഭിക്കുകയും ചെയ്യും. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഓൾസോ റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസക്സസ്ഫുൾ ഓർ ഇൻഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. അപ്പോൾ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സക്സസ് റേറ്റ് വളരെ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ സെഗ്മെൻറ്റിന് സ്യൂട്ടബിൾ ആവുന്ന പ്രോഡക്റ്റാണ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ സക്സസ് റേറ്റ് വിൽ ബി വെരി ഹൈ.
Marketers can also use segmentation to prioritize their target audience. Segmentation എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മുൻഗണന അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 3 സെഗ്മെൻറ്റ് ഉണ്ടാക്കി. അപ്പർ ഇൻകം ഗ്രൂപ്പ്, മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആൻഡ് ലോവർ ഇൻകം ഗ്രൂപ്പ്. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പോസിബിലിറ്റി എവിടെയാണ്, കൂടുതൽ പൊട്ടൻഷ്യൽ ഇതിൽ ഏത് സെഗ്മെൻറ്റിലാണ്, ആ സെഗ്മെൻറ്റിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്താൻ സാധിക്കും. അതാണ് മാർക്കറ്റേഴ്സ് ക്യാൻ ഓൾസോ യൂസ് സെഗ്മെൻറ്റേഷൻ ടു പ്രയോറിറ്റൈസ് ദെയർ ടാർഗറ്റ് ഓഡിയൻസസ്. നെക്സ്റ്റ്, ഹൗ or based on which factors we conduct this market segmentation. That is called the basis of market segmentation. Segmenting is dividing a group into subgroups according to some set bases. Basis means factors. These bases for segmentation can be broadly categorized into consumer characteristics and consumer responses. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്യാനായിട്ട് ബേസ് ചെയ്യുന്ന 2 ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഉപഭോക്താവിൻ്റെ ചില പ്രത്യേകതകളാണ്. അതുകൂടാതെ കൺസ്യൂമർ റെസ്പോൺസ്, എങ്ങനെയാണ് കൺസ്യൂമർ പ്രതികരിക്കുന്നത്, ഈ 2 കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടക്കുന്നത്. സോ ദ 2 important factors for market segmentation are consumer characteristics and consumer responses. The 3 major consumer characteristics that are most commonly used as a criteria for market segmentation are geographic segmentation, demographic segmentation and psychographic segmentation. ഇങ്ങനെ കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന സബ് ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ജിയോഗ്രാഫിക് ക്രൈറ്റീരിയ, ഡെമോഗ്രാഫിക് ക്രൈറ്റീരിയ ആൻഡ് സൈക്കോഗ്രാഫിക് ക്രൈറ്റീരിയ. അക്കോർഡിംഗ്ലി ദ സെഗ്മെൻറ്റേഷൻ ഈസ് നോൺ ആസ് geographic segmentation, demographic segmentation and psychographic segmentation. Next type is segmenting a market on the basis of consumer response. It is called behavioral segmentation. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ മാർക്കറ്റിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിന് പറയുന്നത് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്നാണ്. ഇനി ഓരോ ടൈപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജിയോഗ്രാഫിക് segmentation. Under this approach, the market is divided into various geographical units. The underlying assumption is that people have different needs and wants based on where they live. Companies generally use market divisions such as nations, states, regions, cities, and towns to get the benefit of segmentation. Simple geographic segmentation is easy and relatively inexpensive way to handle a market. അപ്പോൾ ആദ്യമായിട്ട് സെഗ്മെൻറ്റ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ക്രൈറ്റീരിയയാണ് ജിയോഗ്രഫി അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ യൂണിറ്റ്. ഒരു ഭൂപ്രദേശത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കൺട്രി വൈഡായിട്ട് സെഗ്മെൻറ്റ് ചെയ്യുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, US, ചൈന, അങ്ങനെ ഓരോ കൺട്രിയെ ബേസ് ചെയ്തുകൊണ്ട് സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ അതും ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷനാണ്. അനദർ വൺ ഈസ് സ്റ്റേറ്റ്സ്. ഇപ്പോൾ കേരളയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ, തമിഴ്നാടിന് വേറൊരു പ്ലാൻ, ഡൽഹിക്കും ഗോവയ്ക്കും അതുപോലെ മഹാരാഷ്ട്രയ്ക്കും ഒക്കെ ഓരോ സെപ്പറേറ്റ് ഗ്രൂപ്പാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ that is also geographic segmentation. Similarly, different regions, cities and towns, these are all comes under the geographic segmentation. The advantage of geographic segmentation is it is relatively inexpensive. Inexpensive way to handle a market. വളരെ ഈസി ആയിട്ട് നമുക്കറിയാം. ഓൾറെഡി ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൗണ്ടറി എന്താണ്, ആ കൺട്രിയുടെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, അവിടുത്തെ പീപ്പിൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇതാണ് അവിടെ ഒരു ബേസിക് ഫാക്ടറായിട്ട് എടുക്കുന്നത്. അതായത് ഒരു രാജ്യത്തുള്ള ആൾക്കാരുടെ നീഡ്സും വാണ്ട്സും എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ ആയിരിക്കും. അവർ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന പ്രദേശത്തിനനുസരിച്ചായിരിക്കും
അവരുടെ നീഡ്സും വാൺസും. അപ്പോൾ അതൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ നടത്തുന്നത്. Next type is demographic segmentation. Demography is the study of population. Under this approach, market is divided into segments based on various demographic variables such as age, family size, gender, family life cycle, income, occupation, education, religion, etc. This is a popular basis of segmentation as consumer needs and usage rates are closely associated to it. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് സെഗ്മെൻറ്റേഷനാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷനെ കുറിച്ച്, ജനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അതിൽ തന്നെ ഫർദർ സബ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഏജ് ആകാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം ആകാം, അവരുടെ ജെൻഡർ ആകാം, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആകാം, അതല്ലെങ്കിൽ ഫാമിലി ലൈഫ് സൈക്കിൾ, ഫാമിലി ഏത് സ്റ്റേജിലാണ്, വെദർ ബാച്ചിലർ ഓർ മാരീഡ് ഓർ എൽഡർലി പേഴ്സൺ, ഇങ്ങനെയുള്ള രീതിയിലാണ് ഫാമിലി ലൈഫ് സൈക്കിൾ പറയുന്നത്. അതുപോലെ തന്നെ ഇൻകം ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, റിലീജിയൻ, ഈ തരത്തിലൊക്കെ ഈ ഫാക്ടേഴ്സ് എടുത്തുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ആ തരത്തിലുള്ള സെഗ്മെൻറ്റേഷനെയാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സെഗ്മെൻറ്റേഷനാണ്. ബിക്കോസ് അവിടെ ഇൻകം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇതെല്ലാം വളരെ ക്രിട്ടിക്കലായിട്ട് ആൾക്കാരുടെ നീഡിനെയും വാൺസിനെയും സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ തരത്തിലുള്ള സെഗ്മെൻറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഡിസൈൻ ചെയ്ത് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. Next one is psychographic segmentation. Under this approach, consumers are divided into groups based on lifestyle, personality, and values. It helps in identifying and understanding the basic beliefs and attitudes influencing consumer behavior in varied situations. Lifestyle variables have been used popularly in psychographic segmentation. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടറാണ് സൈക്കോഗ്രാഫി, അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവിത രീതി, പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന മൂല്യങ്ങൾ, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാർക്കറ്റിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിനെയാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തുകൊണ്ട് സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ തരത്തിലുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റേഷനാണ് വളരെ ഇഫക്റ്റീവായിട്ട് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ തന്നെ കാണുന്നത്. കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്, പലപ്പോഴും പ്രോഡക്ട്സ്, ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് വളരെ മാർജിനോടുകൂടി മാർക്കറ്റിൽ പ്രീമിയം എന്നുള്ള രീതിയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റോടുകൂടി ചെയ്യുന്നത്. കാര്യം അത്രയും പ്രീമിയം പ്രോഡക്റ്റാണ് വളരെ ഹൈ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പ്രിഫർ ചെയ്യും. സോ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഈസ് ദ തേർഡ് ടൈപ്പ്. ആൻഡ് ഫോർത്ത് type of segmentation is behavioral segmentation. In this approach, consumers are divided into groups based on their knowledge, attitude, and uses or responses to a service. The variables used under this segmentation are occasions, benefits, user status, loyalty status, buyer readiness, and attitude towards the service. Occasion segmentation divides consumers according to special occasions such as festivals, marriage days, birthdays, etc. Benefit segmentation divides consumers according to benefits they seek from a given service. Some may look for quality, some may look for economy service, and some may look for the speed at which the service is accessed. അപ്പോൾ ഈ തരത്തിൽ ഉള്ള സെഗ്മെൻറ്റേഷനാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ബിഹേവിയറൽ സെഗ്മെൻറ്റേഷന് ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിക്കുന്നത് സർട്ടൺ ഒക്കേഷൻസ് ലൈക്ക് മാരേജ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ടൈം. ആ ഒക്കേഷനിൽ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് സിമിലർ റെസ്പോൺസ് ഉള്ള കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുക. അതാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സിമിലർലി മാരേജ് ഡേയ്സ് ആകാം, ബെനിഫിറ്റ് ആകാം. എന്ത് ബെനിഫിറ്റാണ് ഒരു പർട്ടിക്കുലർ സർവീസിൽ നിന്നും ഒരു കസ്റ്റമർ പ്രതീക്ഷിക്കുന്നത്? സി അഗൈൻ ഇറ്റ് ഈസ് എ കസ്റ്റമർ റെസ്പോൺസ്. അപ്പോൾ ബെനിഫിറ്റിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ചില ആൾക്കാരാണെങ്കിൽ വളരെ ഹൈ ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്,
price or money is not a problem for such segment. They wanted to get high quality premium service. On the other hand, a certain group will prefer to get an economic service. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are not ready to pay a very high price for the service. At the same time, they are ready to compromise on the quality to a little extent, but at the same time, the main factor is the economy. That means വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനോടായിരിക്കും ആ സെഗ്മെൻറ്റിന് താല്പര്യം. അപ്പോൾ അതാണ് ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷനും ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ തരത്തിലാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്. സോ ടുഡേ വി സ്റ്റഡീഡ് വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ഇറ്റ് ഈസ് ബേസിക്കലി ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദി ഹോൾ മാർക്കറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്സ് based on certain factors such that each group will be a group of homogeneous potential customers. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻസ് നടപ്പിലാക്കാനും നമ്മുടെ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് വളരെ സക്സസ്ഫുൾ ആക്കാനും സാധിക്കും. ഇനി രണ്ട് തരം ഫാക്ടേഴ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് ബേസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, മറ്റൊന്ന് കൺസ്യൂമർ റെസ്പോൺസ്. കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്ത് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആൻഡ് തേർഡ് വൺ ഈസ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. നേരെ മറിച്ച് കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് സെഗ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. Example, segmentation based on certain occasion, segmentation based on what is the benefit a customer need from the service that they are going to receive. ആ തരത്തിലുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. So this is what we have to study in market segmentation. Hope you understood what we have discussed today. So with this, let us conclude today's discussion. Thank you.